قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم قل الله يحييكم ثم يميتكم ثم يجمعكم إلى يوم القيامة لا ريب فيه ولكن أكثر الناس لا يعلمون ولله ملك السماوات والأرض ويوم تقوم الساعة يومئذ يخسر المبطلون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുള്ളത് ലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ റഹീമിനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, നീതി എന്ന് പറയുന്ന അല്ലെങ്കിൽ നീതിബോധം എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്. സെൻസ് ഓഫ് ജസ്റ്റിസ്, നീതിയെക്കുറിച്ചുള്ള ബോധം. ഈ ബോധം എല്ലാ മനുഷ്യരിലും ഉള്ള നൈസർഗികമായ ഇൻബോണായിട്ടുള്ള ഒരു ബോധമാണ്. നീതി ലഭിക്കണം, നീതി നടപ്പാകണം എന്നുള്ളത്. ഇത് മതം പഠിപ്പിച്ചുണ്ടാക്കിയ ഒരു ബോധമല്ല. ഞാൻ പറഞ്ഞല്ലോ, ആരെങ്കിലും പഠിപ്പിച്ചുണ്ടാക്കിയതല്ല ഈ ബോധം. മറിച്ച് മനുഷ്യനിൽ അന്തർലീനമായ ഒരു അവബോധമാണ് നീതിബോധം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിരീശ്വരവാദികളിലും ഈ ബോധമുണ്ട്, ഈശ്വരവാദികളിലും ഈ ബോധമുണ്ട്. ബഹുദൈവ വിശ്വാസികളിലും ഈ ബോധമുണ്ട്, ഏകദൈവ വിശ്വാസികളിലും ഈ ബോധമുണ്ട്. മറ്റുള്ളവർക്ക് നീതി നിഷേധിക്കുന്ന ആളുകളിലും ഈ ബോധമുണ്ട്, നീതി നിഷേധിക്കപ്പെടുന്ന ആളുകൾക്കും ഈ ബോധമുണ്ട്. എല്ലാ മനുഷ്യർക്കും ഈ ബോധമുണ്ട്. അന്തർലീനമായ ഒരു ബോധമായതുകൊണ്ടാണ് നീതി മറ്റുള്ളവർക്ക് നിഷേധിക്കുന്നവൻ പോലും തനിക്ക് നീതി ലഭിക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നത് ഈ ബോധം അവനിൽ ഉള്ളതുകൊണ്ടാണ്. ലോകത്ത് 195 രാഷ്ട്രങ്ങളുണ്ട്. ലോകത്ത് ഇൻകം ടാക്സ് ഇല്ലാത്ത രാഷ്ട്രമുണ്ട്. ഇപ്പം നമ്മളൊക്കെ വ്യക്തിപരമായി ഇൻകം ടാക്സ് കൊടുക്കുന്ന ആളുകളുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ. പേഴ്സണൽ ഇൻകം ടാക്സ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഇൻകം ടാക്സ് എന്നൊക്കെ പറയുന്ന ഇൻകം ടാക്സ് കൊടുക്കുന്ന, നമുക്കറിയാം, അതില്ലാത്ത രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ്, പിന്നെ അതുപോലെ തന്നെ ഉള്ള മിക്കവാറും ഒക്കെ അറബി രാഷ്ട്രങ്ങളാണ് അതിനകത്ത്, ഗൾഫ് രാഷ്ട്രങ്ങളാണ് അതിനകത്തുള്ളത്. അവിടെ വ്യക്തി അയാളുടെ സമ്പാദ്യത്തിന് ഇൻകം ടാക്സ് കൊടുക്കേണ്ടതില്ല. അങ്ങനെ ഇൻകം ടാക്സ് കൊടുക്കേണ്ടതില്ലാത്ത കുറച്ച് രാജ്യങ്ങളുണ്ട് ലോകത്ത്. ലോകത്താകെ 195 രാജ്യങ്ങളാണുള്ളത്, രാഷ്ട്രങ്ങളാണുള്ളത്. ഈ 195 രാഷ്ട്രങ്ങളിലും കോടതി വ്യവസ്ഥയുണ്ട്. കോടതി വ്യവസ്ഥയില്ലാത്ത ഒരു രാജ്യം ലോകത്തില്ല. ഇൻകം ടാക്സ് കൊടുക്കേണ്ടതില്ലാത്ത രാജ്യങ്ങൾ ഉള്ളപ്പോഴും കോർട്ട് സിസ്റ്റം ഇല്ലാത്ത രാജ്യം ലോകത്ത് എവിടെയുമില്ല. അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നീതി വേണം, മനുഷ്യന് നീതി കിട്ടണം, നീതി നടപ്പാകണം എന്ന അവൻ്റെ അദമ്യമായ അവബോധത്തിൻ്റെ, ബോധത്തിൻ്റെ, ആഗ്രഹത്തിൻ്റെ, അഭിലാഷത്തിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് ഈ കോടതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാ രാജ്യത്തും അതുള്ളത്. ഇനി ഈ നീതി ഇവിടെ എന്നിട്ടുമൊക്കെ നടപ്പാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, സാമാന്യമായ നീതി ഇവിടെ നടപ്പാകുന്നില്ല. സമ്പൂർണമായ നീതി ഇവിടെ ഒട്ടും നടപ്പാകുന്നില്ല. സാമാന്യമായ നീതി പോലും ഇവിടെ നടപ്പാകുന്നില്ല എന്ന് നമുക്ക് നമ്മുടെ ലോകത്തേക്ക്, നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് നോക്കിയാൽ നമുക്കത് മനസ്സിലാകും.
ഒന്ന് ആലോചിച്ച് നോക്കൂ, എൻ്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ ഒരു കള്ളൻ തട്ടിയെടുത്തു, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ തട്ടിയെടുത്തു. ആ 10 ലക്ഷം രൂപ എനിക്ക് പോലീസുകാർ അല്ലെങ്കിൽ നിയമപാലകർ അല്ലെങ്കിൽ നീതിപീഠം എനിക്ക് തിരികെ വാങ്ങിത്തന്നാൽ ഏറെക്കുറെ നീതി നടപ്പായി എന്ന് നമുക്ക് പറയാൻ കഴിയും. എൻ്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ ഒരാൾ തട്ടിയെടുക്കുന്നു, കൊള്ളയടിക്കുന്നു, നിയമപാലകർ ആ 10 ലക്ഷം രൂപ അയാളെ പിടികൂടി എനിക്ക് തിരിച്ചേൽപ്പിക്കുന്നു, സ്വാഭാവികമായിട്ടും നീതി നടപ്പായി എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്നാൽ ഒരാൾ എന്നെ കൊല്ലുകയാണ്, എൻ്റെ ജീവൻ തന്നെ അയാൾ എടുക്കുകയാണ്. അത്തരമൊരു സന്ദർഭത്തിൽ അയാളെ കൊന്നതുകൊണ്ടോ അയാളെ ശിക്ഷിച്ചതുകൊണ്ടോ നീതി നടപ്പായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ സാധാരണഗതിയിൽ അതിനെയും പറയുന്നത് നീതി നടപ്പായി എന്നാണ്. നീതി നടപ്പായില്ല, കാരണം അയാളെ കൊന്നതുകൊണ്ട് എനിക്ക് ജീവൻ തിരിച്ചു കിട്ടൂല. അതേസമയം 10 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോയി കട്ടെടുത്തവനെ പിടികൂടി ആ 10 ലക്ഷം രൂപ എനിക്ക് വാങ്ങിത്തന്നാൽ ഏറെക്കുറെ നീതി നടപ്പായി എന്ന് പറയാൻ കഴിയും. എന്നാൽ എന്നെ കൊന്നവനെ ശിക്ഷിച്ചത് കൊണ്ട് നീതി നടപ്പായി എന്ന് പറയാൻ കഴിയില്ല. ശിക്ഷിച്ചു എന്ന് പറയാം. അങ്ങനെ ശിക്ഷ കൊടുക്കുന്നത് ഒന്ന് ആ തെറ്റിനി അയാൾ ആവർത്തിക്കാതിരിക്കാനാണ്, മറ്റൊന്ന് സമൂഹം ആ തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശിക്ഷ നടപ്പാകുന്നത്. ഒരാളെ കൊന്നാലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതേസമയം ഒരാൾ ഒരു കുടുംബത്തെ കൂട്ടത്തോടെ കൊല്ലുകയാണ്. കൂട്ടത്തോടെ കൊന്നതിന് ശേഷം അയാളെ കോടതി പിടിച്ച് ശിക്ഷിച്ചു. പലപ്പോഴും ജയിൽ ജീവിതമാണ് കിട്ടാറ്. ഇനി അയാളെ തന്നെ കൊന്നു എന്നിരിക്കട്ടെ, തൂക്കിലേറ്റി എന്നിരിക്കട്ടെ, അപ്പോഴും നീതി നടപ്പായി എന്ന് നമുക്ക് പറയാൻ കഴിയും? നീതി നടപ്പായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അയാൾ കൊന്നിരിക്കുന്ന ഒരു കുടുംബത്തിലെ 5 അംഗങ്ങളെ ആയിരിക്കാം. എന്നിട്ട് അയാളെ തൂക്കിലേറ്റിയത് കൊണ്ട് ആ 5 അംഗങ്ങൾക്ക് ജീവനും തിരിച്ചു കിട്ടൂല. ഈ 5 അംഗങ്ങൾക്ക് പകരമായി ഒരാളുടെ ജീവൻ തുലനപ്പെടുത്താൻ നമുക്ക് സാധിക്കുമോ? സാധിക്കില്ല. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ഇവിടുത്തെ പരിമിതിയാണ്. അത് ഈ ഭൗതിക ലോകത്തിൻ്റെ പരിമിതിയാണ്. കാരണം ഒരാളെ കൊന്നാലും 2 ആളെ കൊന്നാലും 100 ആളെ കൊന്നാലും 1000 ആളെ കൊന്നാലും ആ കൊന്ന ആളെ കൊല്ലാൻ മാത്രമേ കൂടിയാൽ ഇവിടെ സാധിക്കുകയുള്ളൂ. അത് നമ്മുടെ ഈ ലോകത്തിൻ്റെ പരിമിതിയാണ്. ലോകത്തിൻ്റെ പരിമിതിയാണ്. ഇനി മറ്റൊരു വശം കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരാളെ കൊന്നു, അയാളെ കോടതി തൂക്കിലേറ്റാൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ ഒരാൾ 5 ആളെ കൊന്നു, ആ കൊന്നയാളെ കോടതി തൂക്കിലേറ്റാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ അയാളെ കൊല്ലാൻ തീരുമാനിച്ചു. അയാളെ കൊന്നു എന്ന് സങ്കല്പിക്കൂ. അപ്പോഴും അവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം അയാൾക്ക് ഭാര്യയുണ്ട്, അയാൾക്ക് മക്കളുണ്ട്, അയാൾക്ക് മാതാപിതാക്കളുണ്ട്. ഇവരെല്ലാവരും നിസ്സഹായരായി പോവുകയാണ് ചെയ്യുന്നത്. ഇയാൾ ചെയ്ത ഒരു കുറ്റത്തിന് നിരപരാധികളായ അയാളുടെ ഭാര്യയും സന്താനങ്ങളും അയാളുടെ മാതാപിതാക്കളും ഈ ലോകത്ത് നിസ്സഹായരായി പോവുകയാണ്. ഇയാളെ കൊന്നു എന്നതുകൊണ്ട് അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ കോടതി വിധിക്കില്ല. ഇയാളാണ് വരുമാനം അവർ നൽകിയിരുന്നത്, ഭക്ഷണം നൽകിയിരുന്നത്, ചികിത്സ നൽകിയിരുന്നത് ഇയാളാണ്. അതുകൊണ്ട് ഇനി മുതൽ ഇയാൾ ഇല്ലാതിരിക്കെ, നമ്മൾ ഇയാളെ തൂക്കിലേറ്റാൻ വിധിച്ചിരിക്കെ, ഇനി അവരുടെ വരുമാന മാർഗം നിലച്ചതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കുന്നത് കോടതി വിധിക്കുമോ? കോടതി വിധിക്കില്ല. ഇതും എന്താണ്? ഇവിടുത്തെ പരിമിതിയാണ്. അതിന് പരിഹാരമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. മനുഷ്യന് ലോകത്ത് അതിനൊന്നും ഒരു പരിഹാരവും ഉണ്ടാക്കാൻ സാധ്യമാവില്ല. ഇനി മറ്റൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിയമം നടപ്പാക്കുന്നവർ കോടതി, നിയമം വിധിക്കുന്നവർ കോടതി, നിയമം നടപ്പാക്കുന്നവർ പോലീസ്, അതുപോലുള്ള ഏജൻസികൾ, നിയമം അവർക്ക് നടപ്പാക്കാൻ വേണ്ടി എല്ലാ അർത്ഥത്തിലുമുള്ള സൗകര്യവും പിന്തുണയും ചെയ്തു കൊടുക്കുന്ന ഭരണകൂടം. ഇവർ 3 കൂട്ടരുമാണല്ലോ നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന് നിയമം വിധിക്കുന്ന കോടതി, മറ്റൊന്ന് ആ നിയമം നടപ്പാക്കുന്ന പോലീസ് സംവിധാനങ്ങൾ, വേറൊന്ന് പോലീസ് സംവിധാനങ്ങൾക്ക് ആ നിയമം എക്സിക്യൂട്ട് ചെയ്യാൻ എല്ലാ അർത്ഥത്തിലും പിന്തുണ കൊടുക്കുന്ന, സഹായം നൽകുന്ന ഭരണകൂടം. ഇവർ എന്തെങ്കിലും തെറ്റ് ചെയ്യാനുള്ള സാധ്യതയില്ലേ? ഇത് നടപ്പാക്കുന്നവർ, അതാണല്ലോ സമകാലീന രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നീതി വിധിക്കേണ്ടവർ താല്പര്യങ്ങൾക്ക് വിധേയരാകുന്നു, നീതി നടപ്പാക്കേണ്ടവർ താല്പര്യങ്ങൾക്ക് വിധേയരാകുന്നു, നീതി നടപ്പാക്കാൻ വേണ്ടി എല്ലാ അർത്ഥത്തിലുമുള്ള സൗകര്യവും ചെയ്തു കൊടുക്കേണ്ടവർ താല്പര്യങ്ങൾക്ക് വിധേയരാകുന്നു. അത് നമ്മളിപ്പോൾ സമകാലീന ഇന്ത്യ രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ഏറെ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഐസ്ക്രീം പാർലർ കേസ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ്
സോളാർ പാനലുമായി ബന്ധപ്പെട്ട കേസ് എന്ന് പറയുന്നത്. വേറൊന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടത്. മറ്റൊന്നാണ് സ്വർണ്ണക്കടത്ത് സംഭവവുമായി ബന്ധപ്പെട്ടത്. വേറൊന്നാണ് ക്രമസമാധാന പാലന ചുമതലയുള്ള ADGPയും SP-യും പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഒക്കെ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന സംഭവങ്ങൾ. ഇപ്പോൾ ലൈവായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സംഭവമാണ്. ഈ സംഭവങ്ങളൊക്കെ കേരള രാഷ്ട്രീയ പൊതുമണ്ഡലത്തെ പിടിച്ചു കുലുക്കിയ സംഭവ വികാസങ്ങളാണ്. ഈ സംഭവ വികാസങ്ങളുടെ പിന്നിൽ പലപ്പോഴും നാം ശ്രദ്ധിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ മന്ത്രിമാരോ നിയമം നടപ്പാക്കേണ്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരോ ഉന്നത രാഷ്ട്രീയ വൃത്തങ്ങളോ ഒക്കെയാണ് ഞാൻ ഈ പറഞ്ഞ കേസുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ. കുറ്റവാളികളായിട്ട് ചിത്രീകരിക്കപ്പെട്ട ആളുകളും അതുപോലെ തന്നെ സംശയത്തിന്റെ നിഴലിൽ നിർത്തപ്പെട്ട ആളുകളും ഈ പറഞ്ഞ ആളുകളാണ്. ഇവിടെ നമ്മൾ കാണുന്നത് വേലി തന്നെ വിളവ് തിന്നുന്നതാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ സംഭവങ്ങളുടെയൊക്കെ പുറകിൽ എന്തെല്ലാം ദുരൂഹതകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ യഥാർത്ഥ കുറ്റവാളി ആരാണ്? പറഞ്ഞവർ മുഴുവൻ സത്യമാണോ പറഞ്ഞിട്ടുള്ളത്? എന്തെല്ലാം ആളുകൾ നിരപരാധികളുടെ തലയിൽ ഇതെല്ലാം കെട്ടിവച്ചിട്ടുണ്ട്? പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിലുള്ള റോൾ എന്താണ്? എല്ലാവരെയും പിടിച്ചു കുലുക്കിയ സംഭവങ്ങളാണല്ലോ ഇതെല്ലാം. എല്ലാവരും മാധ്യമങ്ങളിലൂടെ വായിച്ച മനസ്സിലാക്കിയ സംഭവങ്ങളാണിതെല്ലാം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച രാഷ്ട്രീയക്കാരെ നമുക്കറിയാം. അവരാരെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ലെന്നേ ഉള്ളൂ. രാഷ്ട്രീയക്കാർ ഇതിന്റെ പിന്നിൽ പിന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഞാൻ തുടക്കം പറഞ്ഞ കേസ് മുതൽ ഇപ്പൊ അവസാനം വരെ എത്തി നിൽക്കുന്ന കേസിൽ ഒരുപാട് ആളുകൾ വളരെ നിഗൂഢമായ കൈകടത്തലുകൾ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലും എന്താണ്, 2019 കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് 4 ചില്ലാനം കൊല്ലം അത് പൂഴ്ത്തിവെച്ചു. ഇപ്പോ പ്രത്യേക അന്വേഷണ സംഘം പറയുന്നു ഇതിനകത്ത് 10-20 പേരുടെ മൊഴി എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ മൊഴികളാണ്, അത് പ്രത്യേകം പരിശോധിക്കുകയും അന്വേഷിക്കുകയും ചെയ്യേണ്ടതുണ്ടെന്ന് പറയുന്നു. ഭരണകൂടം അത് പരിശോധിക്കേണ്ടതിന് പകരം 4 ചില്ലാനം കൊല്ലത്തോളം അത് പൂഴ്ത്തിവെക്കുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ വേലി തന്നെ വിളവ് തിന്നുക, അല്ലെങ്കിൽ കാവൽക്കാരൻ തന്നെ കശാപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സമീപന രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ആരോപണ വിധേയനായിട്ടുള്ള ADGPയും സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള SP-യും അങ്ങനെയുള്ള ആളുകളുടെ നിഗൂഢമായ അല്ലെങ്കിൽ കുടിലമായ ബുദ്ധിയുടെ ഭാഗമായിട്ട് എത്ര ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും? എത്ര ആളുകൾക്ക് മാനം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും? എത്ര ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും? ഇവരുടെ ഒക്കെ പ്രവർത്തനങ്ങളുടെ ഫലമായി ഇതൊന്നും കൃത്യമായി വെളിച്ചത്ത് കൊണ്ടുവരുവാൻ ആർക്കും സാധിച്ചിട്ടില്ല. ആർക്കും അതിനകത്ത് താല്പര്യമില്ല. അതിൻ്റെ ഒക്കെ പുറകിൽ പിടിക്കുന്നതിൻ്റെയും പിടികൂടുന്നതിൻ്റെയും ശിക്ഷിക്കുന്നതിൻ്റെ ഒക്കെ പുറകിൽ പോലും നീതി നടപ്പാകണമെന്നല്ല, മറിച്ച് തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം, പ്രതിയോഗിയെ അതുവച്ച് കൈകാര്യം ചെയ്യണം എന്ന താല്പര്യങ്ങളാണുള്ളത്. ഇതാണ് സമകാലീന കേരള രാഷ്ട്രീയത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതിൻ്റെ വിഷയം. അപ്പോഴും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ, ഇത് കാണുന്ന മനുഷ്യൻ ആഗ്രഹിക്കുന്നില്ലേ, ഇത് ഈ വിഷയത്തിൽ യഥാർത്ഥ കുറ്റവാളികൾ പുറത്തു കൊണ്ടുവരപ്പെടണം. ഈ അരിയിൽ ഷുക്കൂറിൻ്റെ സംഭവം ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന സംഗതിയാണ്. 2012 ഫെബ്രുവരി മാസം 20-ാം തീയതി MSFന്റെ ഒരു ചെറുപ്പക്കാരനാണ് ഈ അരിയിൽ ഷുക്കൂർ എന്ന് പറയുന്നത്. 10-30 ആളുകൾ കൂടി ഒരിടത്ത് വെച്ച് വിചാരണ ചെയ്ത് തലങ്ങും വിലങ്ങും വെട്ടി കൊലപ്പെടുത്തിയാളാണ് അരിയിൽ ഷുക്കൂർ എന്ന് പറയുന്നത്. 2012 എത്ര കൊല്ലമായി ഈ കേസ് മുന്നോട്ട് പോകുന്നു, ഇപ്പോഴും തീരുമാനമായിട്ടില്ല. അതിൻ്റെ ഏറ്റവും പുതിയ വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവുക, ഇന്നലെ ചാനലുകളിൽ കണ്ടിട്ടുണ്ടാവുക. അതുപോലെ തന്നെ എത്ര സംഭവങ്ങൾ. ഇത് കേരള രാഷ്ട്രീയത്തിൻ്റെ കാര്യമാണെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ. ദേശീയ രാഷ്ട്രീയത്തിൽ ഞെട്ടിക്കുന്ന സംഭവമാണ് ഈ കഴിഞ്ഞ ദിവസം നടന്നത്. അഥവാ നമ്മുടെ പരമോന്നത നീതിപീഠത്തിൻ്റെ പിതാവ് എന്ന് പറയുന്ന സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഗണേശോത്സവത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പൂജകൾക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ക്ഷണിക്കുകയും അദ്ദേഹം അവിടെ വന്ന് പൂജയും കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ സെപ്റ്റംബർ 13-ാം തീയതി നമ്മൾ കണ്ടതാണ്. 13-ാം തീയതി കണ്ടതാണ്. എത്ര സംഭവങ്ങൾ അതുപോലെ ഉണ്ട്. അതിനേക്കാൾ ഞെട്ടിക്കുന്ന സംഭവമാണല്ലോ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്. VHP വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്നത് സംഘപരിവാർ സംഘടനയാണ്. ബാബറി മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട്, അത് തകർത്തതുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംഘടനയാണ് VHP എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആൾക്കൂട്ടക്കൊല,
അതുപോലെ തന്നെ കലാപാഹ്വാനങ്ങളും കലാപശ്രമങ്ങളും കലാപങ്ങളും ഇതൊക്കെയായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സംഘപരിവാർ സംഘടനയുടെ ലീഗൽ സെൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുത്തത് ചില്ലറക്കാരല്ല. സുപ്രീം കോടതിയിൽ നിന്നും ഹൈക്കോടതികളിൽ നിന്നും റിട്ടയർ ചെയ്ത 30 ജഡ്ജിമാരാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. അവർ ചർച്ച ചെയ്ത വിഷയങ്ങൾ കേരളത്തിൽ ഇപ്പോൾ മുസ്ലിം ന്യൂനപക്ഷങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സുപ്രധാനമായ പല വിഷയങ്ങളും അവർ അതിൽ ചർച്ച ചെയ്തു എന്ന് പറയുന്നത് വളരെ പരസ്യമായിട്ടാണ് പറയുന്നത്. എത്ര ഞെട്ടിക്കുന്ന വിവരമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവരൊക്കെ നീതിപീഠത്തിലിരുന്ന് വിധിച്ച സന്ദർഭങ്ങളിലെല്ലാം ഇവിടെ ആർക്കൊക്കെ നീതി കിട്ടിയിട്ടുണ്ടാകും, ഇനി ആർക്കൊക്കെ ഇവിടെ നീതി കിട്ടും എന്ന കാര്യത്തിൽ ഒരാൾ സംശയത്തിൽ അകപ്പെട്ടാൽ നമുക്കൊരിക്കലും അയാളെ കുറ്റപ്പെടുത്താൻ കഴിയില്ലല്ലോ. അതാണ് നീതി വിധിക്കുന്നവരുടെയും നീതി നടപ്പാക്കുന്നവരുടെയൊക്കെ കോലം എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞല്ലോ, വേലി തന്നെ വിളവ് തിന്നുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഈ ഡാൻസ് ഓഫ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് കേരളത്തിൽ. കഴിഞ്ഞ സെപ്റ്റംബർ 13 മീഡിയ വൺ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. ഡാൻസ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് എന്നാണ് ഡാൻസ് ഓഫിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. മയക്കുമരുന്ന് ട്രാഫിക്കിങ്ങുമായി ബന്ധപ്പെട്ട് പിടിക്കാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പോലീസ് സംവിധാനമാണ് ഈ ഡാൻസ് ഓഫ് എന്ന് പറയുന്നത്. ഈ ഡാൻസ് ഓഫ് തിരുവനന്തപുരം ജില്ലയിൽ ഡിസ്ബാൻഡ് ചെയ്തു, പിരിച്ചുവിട്ടു. എന്താന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ മയക്കുമരുന്ന് കച്ചവടക്കാരുമായിട്ട് ധാരണയിലെത്തി അതിന്റെ ഭാഗമായിട്ട് ഇന്റലിജൻസ് അത് പിടികൂടി റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം ജില്ലയിൽ ഡാൻസ് ഓഫ് പിരിച്ചുവിട്ടത്. ഈ സെപ്റ്റംബർ 13 മീഡിയ വൺ പുറത്തുവിട്ടത് ഡാൻസ് ഓഫിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ മയക്കുമരുന്ന് കച്ചവടക്കാരുമായി ഫോൺ സംഭാഷണം നടത്തുന്ന ആ ഫോൺ സംഭാഷണം മീഡിയ വൺ പുറത്തുവിട്ടിരുന്നു. മയക്കുമരുന്ന് കൊണ്ടുവരുവാൻ പറഞ്ഞ് എത്തിച്ചു തരുവാൻ പറഞ്ഞുകൊണ്ട് ഈ മയക്കുമരുന്ന് പിടികൂടാൻ വേണ്ടി ഏൽപ്പിച്ച ആളുകൾ തന്നെ ഇതിനു വേണ്ടി കോൾ ചെയ്യുന്ന അവസ്ഥ നമ്മൾ മാധ്യമങ്ങളിലൂടെ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തതാണ്. പാലക്കാട് നിന്ന് ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. മറ്റൊന്നുമല്ല, അമിതമായി വ്യാജ മദ്യമുണ്ടാക്കി കള്ളുണ്ടാക്കി അവിടെ നിന്ന് പുറത്തേക്ക് കടത്തുന്നു എന്നും അതുകൊണ്ടുണ്ടാകുന്ന ശല്യങ്ങൾ പൊതുപ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുകയാണ്. കേരളം ഇന്നവരെ കണ്ടിട്ടില്ലാത്ത വിധം വ്യാജ സ്പിരിറ്റ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ബോർഡർ ജില്ലകളിൽ കൊണ്ടുവരികയും അവിടെ വെച്ച് തെങ്ങും തോപ്പുകളിലും അല്ലാതെയും ഒക്കെ ആയിട്ട് വ്യാജ കള്ളുകൾ ഉൽപ്പാദിപ്പിച്ച് കടത്തുകയുമാണ്. ഇതിന് എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിൽക്കുന്നു എന്ന് പൊതുപ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ മുമ്പിലും അതുപോലെ തന്നെ എക്സൈസ് കമ്മീഷണറുടെ മുമ്പിലും പരാതിപ്പെട്ടിരിക്കുകയാണ്. ആ ജില്ലക്കാരനായ എക്സൈസ് മന്ത്രി പോലും ഇതിന് മൗനാനുവാദം നൽകുന്നു എന്നാണ് അവിടെ നിന്നുള്ള പൊതുപ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. അഥവാ നാട്ടിലെ ജനങ്ങളല്ല, നീതി നടപ്പാക്കേണ്ട ആളുകൾ തന്നെ നീതി ലംഘിക്കുകയും നിസ്വാർത്ഥരായിട്ട് നീതി ലംഘിക്കുന്ന ആളുകൾക്ക് സർവ്വവിധ പിന്തുണയും കൊടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും അല്ല, സർവോപരി ലോകതലത്തിൽ തന്നെ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകതലത്തിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഉമർ ഖാലിദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 2020 ഡൽഹിയുമായി ബന്ധപ്പെട്ട കലാപത്തിൽ അതിൽ പ്രസംഗിച്ചു എന്ന് പറഞ്ഞ് പിടികൂടിയതാണ്. 11 മാസത്തിനിടയിൽ 14 തവണയാണ് അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി മാറ്റിവെച്ചിട്ടുള്ളത്. എന്തിന്റെ പേരിൽ? ഉമർ ഖാലിദാണെന്നുള്ള ഒറ്റ കാരണത്താൽ എന്നേ പറയാൻ കഴിയുള്ളൂ. കാരണം അതിനുശേഷം മറ്റുള്ള ഒരുപാട് ആളുകൾക്ക്, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് അടക്കം ജാമ്യം ലഭിച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ അനീതിക്ക് ഇരയായ ഒരു വ്യക്തിയാണ് അബ്ദുൽ നാസർ മഅദനി എന്ന് പറയുന്നത്. 21 കൊല്ലക്കാലം ജയിലിൽ കിടന്നു വിചാരണ ചെയ്യപ്പെടാതെ. താൻ ചെയ്ത തെറ്റാണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ പോലും 21 കൊല്ലമെടുത്തു. ലോകത്ത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ അങ്ങനെ ജയിലിൽ അടക്കപ്പെട്ട ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ പോലും സാധ്യമല്ല. നീതി നടപ്പായോ? ഇല്ല. സാമാന്യ നീതി പോലും നടപ്പാകുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ കളർഫുൾ ആയിട്ടുള്ള വർഷങ്ങളെല്ലാം ജയിലിൽ കഴിഞ്ഞുപോയി എന്നതല്ലേ വസ്തുത. ജയിലിൽ കഴിഞ്ഞുപോയി എന്നുള്ള വസ്തുത. ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് 2 കൊല്ലത്തിനിടയിൽ നിങ്ങൾക്കറിയുമോ, 1.5 ലക്ഷം വീടുകളാണ് നോർത്ത് ഇന്ത്യയിലെ BJP അനുകൂല ഭരണാധികാരികൾ 1.5 ലക്ഷം വീടുകളാണ് തകർത്ത് കളഞ്ഞത്. 1.5 ലക്ഷം വീടുകൾ. ഈ 1.5 ലക്ഷം വീടുകളിൽ ഭൂരിപക്ഷവും മുസ്ലിങ്ങളുടേതാണ്. അതിൽ 7.5 ലക്ഷം ആളുകളാണ് അതുവഴി ഭവനരഹിതരായി ഹോംലെസ് ആയി മാറിയത് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രി 3ാമതും അധികാരത്തിൽ കയറിയതിനു ശേഷം
30ഓളം മുസ്ലിം യുവാക്കളും 7ഓളം വരുന്ന ദലിത് ബഹുജൻ യുവാക്കളും ഒരു ക്രൈസ്തവ വനിതയും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. പത്രമെടുക്കുമ്പോൾ മിക്കവാറും നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയാണ് പശു എന്ന് പറയുന്ന ഒരു മൃഗത്തിൻ്റെ പേരിൽ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട മുസ്ലിങ്ങളെ സംബന്ധിച്ച്. ഇങ്ങനെ ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ എപ്പോഴെങ്കിലും ഇതിൻ്റെ കുറ്റവാളികൾ പിടിക്കപ്പെടുകയും ഇതിൻ്റെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുമോ? ഇന്ത്യ രാജ്യത്തെ കോടതികളിൽ തീർപ്പ് കൽപ്പിക്കാതെ ഇരിക്കുന്നത് 4 കോടി കേസുകളാണ് എന്ന് നമ്മൾ ആലോചിക്കണം. 4 കോടി കേസുകളാണ് തീർപ്പ് കൽപ്പിക്കാതെ ഇരിക്കുന്നത്. ഇന്ത്യയിലെ ഹൈക്കോടതികളിൽ തീർപ്പ് കൽപ്പിക്കാതിരിക്കുന്ന കേസുകളുടെ എണ്ണം 60 ലക്ഷത്തിന് മുകളിൽ വരും. ഇതൊക്കെ നീതി നടപ്പാക്കേണ്ട കേസുകളാണ്. ഇവിടെ ഒന്നും നീതി നടപ്പാകുന്നില്ല. നീതി നടപ്പാകുമെന്ന് നമ്മളിൽ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? നീതി നടപ്പാക്കേണ്ടവർ പോലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് നീതിക്കെതിരായി നിലകൊള്ളുകയും അനീതി വിധിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ നീതി കിട്ടിയവർക്ക് കിട്ടി, നീതി കിട്ടാത്തവർക്ക് കിട്ടിയില്ല. ഇങ്ങനെ കിട്ടിയവരും കിട്ടാത്തവരും ഇങ്ങനെ ജീവിച്ച് ഒരു സുപ്രഭാതത്തിൽ മരിച്ചു പോകുന്നു, അതോടുകൂടി ജീവിതം അവസാനിക്കുന്നു എന്ന് കരുതാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള സംഭവങ്ങളും ഒക്കെ ചേർത്ത് വെച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കുറേ ആളുകൾക്ക് ഭാഗികമായി നീതി കിട്ടി, ഒരു കുറേ ആളുകൾക്ക് നീതി കിട്ടിയേ ഇല്ല. വളരെ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതിക്രൂരമായി മാനം പിച്ചി ചീന്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപടി ആളുകൾ ഈ ലോകത്തുണ്ട്. ഇത് ഞാൻ കേരള സംസ്ഥാനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഇന്ത്യയിലെ ചില കാര്യങ്ങൾ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇത് ലോകത്ത് ദൈനംദിനം നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കിട്ടിയവർക്ക് കിട്ടി, കിട്ടാത്തവർക്ക് കിട്ടിയില്ല, ജീവിതം ഇങ്ങനെ ജീവിച്ച് അവസാനിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എവിടെ ഒരു ഇൻകംപ്ലീഷൻ ഇല്ലേ? എവിടെ ഒരു അപൂർണത നമുക്ക് അനുഭവപ്പെടുന്നില്ലേ? എവിടെ ജീവിതത്തിന് എവിടെയോ വച്ച് ഒരു മീനിങ്ലെസ് ആയി പോകുന്നു, അർത്ഥരഹിതമായി പോകുന്നു എന്ന് നമുക്ക് തോന്നുന്നില്ലേ? പക്ഷെ അപ്പോഴും നമ്മുടെ മനസ്സ് പറയുന്നില്ലേ, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, അത് കുറ്റവാളി ശിക്ഷിക്കപ്പെടണം, ന്യായമായും ശിക്ഷിക്കപ്പെടണം, അവൻ കണക്ക് പറഞ്ഞേ മതിയാകൂ എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ച മനുഷ്യനിൽ നൈസർഗികമായിട്ടുള്ള സെൻസ് ഓഫ് ജസ്റ്റിസ്, നീതിബോധം, അല്ലെങ്കിൽ അവൻ്റെ മനസാക്ഷി പറയുന്നില്ലേ ഇതിനൊരു പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പറയുന്നില്ലേ? പരിഹാരമില്ല, ഇവിടെ നീതി ലഭിക്കുന്നില്ല എന്ന ഒരു ബോധ്യം നമുക്കുള്ളപ്പോൾ തന്നെ ഇതിന് പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് നമ്മുടെ മനസ്സ് പറയുന്നില്ലേ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ട ചില ചിന്തകളുണ്ട്. അതിലൊന്നാമത്തേത് നമ്മൾ ആലോചിക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഈ പറഞ്ഞ എല്ലാ ചതിയും വഞ്ചനയും അഴിമതിയും കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും ഇതെല്ലാം ചെയ്യുന്നത്, കൈക്കൂലിയും ഒക്കെ ചെയ്യുന്നത് ആരാ? നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഇവിടുത്തെ നാസ്തികരാണെന്ന്? അല്ല. 98% ആളുകളും ദൈവവിശ്വാസികളാണ്, മതവിശ്വാസികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യ മതങ്ങളുടെ ഒരു രാജ്യമാണ്. ഇന്ത്യ ആത്മീയതയുടെ രാജ്യമാണ്. ഇന്ത്യ ദൈവങ്ങളുടെ രാജ്യമാണ്, ദൈവത്തിൻ്റെ രാജ്യമാണ്. ഈ കാണുന്ന എല്ലാ പേക്കൂത്തുകളും, എല്ലാ അഴിമതിയും, എല്ലാ കൈക്കൂലിയും, എല്ലാ പീഡനങ്ങളും കൊലപാതകങ്ങളും ഒക്കെ നടത്തുന്നത് ദൈവവിശ്വാസികളാണ്. അല്ലെന്ന് പറയാൻ ആർക്കും കഴിയില്ല. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, അവരുടെ ദൈവവിശ്വാസം അവരുടെ ജീവിതത്തിൽ ലെവലേശം പോലും സ്വാധീനിക്കുന്നില്ല എന്നാണ്. ഇത് ഞാനിവിടെ നിന്ന് വിശദീകരിച്ച് തരേണ്ട കാര്യമില്ല, നമുക്കെല്ലാവർക്കും അറിയാം. ഇത് ചെയ്യുന്നവരുടെ ജീവിതത്തിൽ അവരുടെ ദൈവവിശ്വാസം അല്പം പോലും സ്വാധീനം ചെലുത്തുന്നില്ല. അതുകൊണ്ടാണല്ലോ അവരത് ചെയ്യുന്നത്. ഇനി ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇങ്ങനെയും കൂടി ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഈ നെറികേടുകളും ഈ തെമ്മാടിത്തരങ്ങളും ഈ കൊലപാതകങ്ങളും ഈ അഴിമതിയും ചെയ്യുന്ന ആളുകളെ ഇവർ ഈ വിശ്വസിക്കുന്ന ദൈവം എവിടെയും വച്ച് ശിക്ഷിക്കുന്നതും നമ്മൾ കാണുന്നില്ല. എവിടെയും വച്ച് നമ്മൾ പറയുന്ന അള്ളാഹു, അല്ലെങ്കിൽ ദൈവം, അല്ലെങ്കിൽ യഹോവ, അല്ലെങ്കിൽ സർവേശ്വരൻ ശിക്ഷിക്കുന്നതും നമ്മൾ കാണുന്നില്ല. അഴിമതി നടത്തിയവൻ കാറിടിച്ച് മരിക്കുന്നത് നമ്മൾ കാണുന്നില്ല. കൊലപാതകം നടത്തിയ ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ എവിടെയും മരിച്ചു വീഴുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഇടിവെട്ടേൽക്കുന്നത്, അല്ലെങ്കിൽ അവരെ പാമ്പ് കടിക്കുന്നതൊന്നും നമ്മൾ എവിടെയും കാണുന്നില്ല. ഒരർത്ഥത്തിലും അവർ ശിക്ഷിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, സാധാരണക്കാരനേക്കാൾ ഉപരിയായി അവർ സമാധാനപരമായി പലപ്പോഴും മരിച്ചു പോവുകയും, അവർ ഔദ്യോഗിക ജീവിതം നയിക്കുമ്പോൾ തന്നെ മരിച്ചു പോവുകയും, അവർക്ക് എല്ലാ ഔദ്യോഗിക ബഹുമതികളോടെയും കൂടി
അന്തസ്സും നിലനിർത്തി അവരെ മറമാടുന്നതുമാണ് നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നത് പലപ്പോഴും. ഈ അഴിമതി നടത്തിയവരും ഈ തെമ്മാടിത്തരം നടത്തിയവരും ഈ നെറുകേട് നടത്തിയവരെയൊക്കെ എല്ലാ അന്തസ്സോടും കൂടി രാജ്യത്തിൻ്റെ എല്ലാ ഔദ്യോഗിക ബഹുമതികളോടും കൂടി മണ്ണിനടിയിൽ അടക്കം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, ദൈവവിശ്വാസം ജീവിതത്തെ സ്വാധീനിക്കുന്നില്ല, ഈ ചെയ്യുന്നവരെ സ്വാധീനിക്കുന്നില്ല. രണ്ടാമത്തേത്, ദൈവമാകട്ടെ ഈ ലോകത്ത് വെച്ച് കുറ്റവാളികളെ ശിക്ഷിക്കുന്നതും നമ്മൾ കാണുന്നില്ല. മൂന്നാമത്തേത്, ഇവർ ശിക്ഷിക്കപ്പെടാനുള്ള ഒരു പരലോകവുമില്ല എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ മറുപടി പറയേണ്ട ഒരു സംഗതിയുണ്ട്. ദൈവവിശ്വാസികൾ മറുപടി പറയേണ്ട, ഉത്തരം കണ്ടെത്തേണ്ട ഒരു സംഗതിയുണ്ട്. എന്തിന് പിന്നെ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണം? ഒരു ദൈവവിശ്വാസിയും ഒരു ദൈവമില്ലെന്ന് പറയുന്നവനും തമ്മിൽ എവിടെയാണ് പിന്നെ വേർതിരിയുന്നത്? നമ്മുടെ യുക്തിബോധം നമ്മളെ അപ്പോൾ പഠിപ്പിക്കുന്നത് എന്താണ്? അഥവാ ദൈവവിശ്വാസം ജീവിതത്തെ സ്വാധീനിക്കുന്നില്ല, അത് നമ്മൾ കാണുന്നു. ദൈവം കുറ്റവാളികളെ എവിടെയും വെച്ച് ശിക്ഷിക്കുന്നു നമ്മൾ കാണുന്നില്ല. മൂന്നാമത്തേത്, അവരും സ്വാഭാവികമായി ഔദ്യോഗിക ബഹുമതികളോടെ എല്ലാം സമാധാനപരമായ അന്തരീക്ഷത്തിൽ മറമാടപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റാഷണൽ തോട്ട്, ലോജിക്കൽ തിങ്കിങ്, നമ്മുടെ യുക്തിപരമായ ചിന്ത നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മളോട് പറയുന്നതും എന്താണ്? നമ്മളോട് പറയുന്നത്, ഇവിടെ നീതിയോ അനീതിയോ നോക്കാതെ, ശരിയോ തെറ്റോ നോക്കാതെ, ന്യായമോ അന്യായമോ നോക്കാതെ പരമാവധി പണമുണ്ടാക്കുകയും ആ പണം ഉപയോഗിച്ചുകൊണ്ട് പരമാവധി സുഖിച്ച് ജീവിക്കുകയും ചെയ്യുന്നതല്ലേ ബുദ്ധി എന്നല്ലേ നമ്മുടെ യുക്തിബോധം നമ്മളോട് പറയുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടുവേണം നിങ്ങൾ ചിന്തിക്കാൻ. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ദൈവം എന്നത് ജീവിതത്തെ സ്വാധീനിക്കുന്നില്ല. രണ്ടാമത്തേത്, ദൈവം ലോകത്ത് വെച്ച് ആരെയും ശിക്ഷിക്കുന്നത് പലപ്പോഴും നമ്മൾ കാണുന്നില്ല. മൂന്നാമത്തേത്, നാളെ വിചാരണക്ക് വേദിയാകേണ്ട ഒരു ലോകവുമില്ല എങ്കിൽ, ഇവർ കണക്ക് പറയേണ്ടി വരുന്ന ഒരു ലോകവുമില്ല എങ്കിൽ, ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരമാവധി അഴിമതി നടത്തി, പരമാവധി കൈക്കൂലി വാങ്ങി, പരമാവധി അനീതിയിലൂടെയോ നീതിയിലൂടെയോ സത്യത്തിലൂടെയോ ശരിയിലൂടെയോ തെറ്റിലൂടെയോ ഒന്നൊന്നും നോക്കാതെ പരമാവധി പണമുണ്ടാക്കി പരമാവധി സ്വാർത്ഥനായി സുഖിച്ച് ജീവിക്കുന്നതല്ലേ ബുദ്ധി? ഇത് ബുദ്ധിയല്ലേ എന്ന് ഞാൻ പറയുമ്പോഴും നാസ്തികനടക്കം പറയുമെന്ത്? അത് ബുദ്ധിയല്ല. ഈ ബുദ്ധിയല്ല എന്ന് അവനെ കൊണ്ട് പറയിക്കുന്നത് ഈശ്വരവിശ്വാസിയെയും നിരീശ്വരവാദിയെയും അവരെ കൊണ്ട് ഇത് അങ്ങനെ ജീവിക്കൽ ശരിയല്ല എന്ന് ഇവിടുത്തെ നിരീശ്വരവാദി പറയും, ഇവിടുത്തെ ഈശ്വരവാദിയും പറയും ശരിയല്ല എന്ന് അവനെ കൊണ്ട് പറയിക്കുന്നത് അവൻ്റെ റേഷണൽ തോട്ടല്ല, അവൻ്റെ യുക്തിചിന്തയല്ല, അവൻ്റെ ലോജിക്കൽ തിങ്കിങ് അല്ല. കാരണം അത് രണ്ടും നമ്മളോട് പറയുന്നത് ഇവിടെ സ്വാർത്ഥനായി ജീവിക്കുക എന്നതാണ്. മറിച്ച് അവനെ കൊണ്ട് ഇത് പറയുമ്പോഴും അത് ശരിയല്ല എന്ന് നിരീശ്വരവാദിയും ഈശ്വരവാദിയും ഒരുപോലെ പറയുന്നുണ്ടെങ്കിൽ അത് അവനെ കൊണ്ട് പറയിക്കുന്നത് അവൻ്റെ സെൻസ് ഓഫ് ജസ്റ്റിസ്, നീതിയെക്കുറിച്ചുള്ള ബോധമാണ്. അവനിൽ അന്തർലീനമായ നീതിയെക്കുറിച്ചുള്ള ബോധമാണ്. ആ നീതി പുലരില്ല എങ്കിൽ ജീവിതത്തിനൊരു അപൂർണതയുണ്ട്, ജീവിതത്തിന് ഒരു അർത്ഥരാഹിത്യവും നമുക്ക് കാണാൻ സാധിക്കും. ആത്മാർത്ഥമായിട്ട് ഈ സംഭവവികാസങ്ങളെ വിശകലനം ചെയ്താൽ നമുക്കത് കാണാൻ സാധിക്കും. ഇവിടെയാണ് ഒരു വിചാരണാ ലോകം ഉണ്ടാകൽ നിർബന്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഴിമതി നടത്തിയവനും കൈക്കൂലി വാങ്ങിയവനും പെണ്ണുങ്ങളുടെ മാനം പിച്ചിച്ചീന്തപ്പെട്ടവനും അങ്ങനെയുള്ള എല്ലാ കുടിലതകളും നെറികേടുകളും തെമ്മാടിത്തരങ്ങളും ചെയ്തവനും ഏത് കോടതിയുടെ മുൻപിൽ നിന്ന് രക്ഷപ്പെട്ടാലും, ഏത് പോലീസ് സംവിധാനങ്ങളുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടാലും, എത്ര നിഗൂഢമായിട്ടും അതീവ രഹസ്യമായി ചെയ്താലും ശരി, ഒരു ഘട്ടത്തിൽ അവൻ ഇങ്ങനെയൊന്നും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു വേദിയെ അഭിമുഖീകരിച്ചേ മതിയാകൂ എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അപൂർണതയാണ്, നേരത്തെ പറഞ്ഞ ചോദ്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് പരലോകം എന്ന് പറയുന്നത് ഒരു അനിവാര്യമാണ്. പരലോകം എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിന് ഒരർത്ഥവുമില്ല. എന്ന് ഞാൻ പറയുന്നത് വെറുതെ അല്ല. പരലോകം എന്ന് പറയുന്ന ഒരു വിചാരണാ ലോകത്തിൽ ഒരാൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ പിന്നെ അയാൾ ദൈവത്തിൽ, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു അർത്ഥമില്ല. കാരണം നമ്മളിവിടെ കാണുന്ന എന്താണ്? ഒരാൾ ദൈവവിശ്വാസം വെച്ചു പുലർത്തിയെന്ന് പറഞ്ഞതുകൊണ്ട് അയാളുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നത് നമ്മൾ കാണുന്നില്ല. അയാൾ അക്രമം ചെയ്തിട്ട് പോലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നത് അതേ ദൈവത്തിൻ്റെ മുമ്പിലേക്കാണ്. അയാൾ കൈക്കൂലി വാങ്ങിയിട്ടും വിജിലൻസ് പിടികൂടുമെന്ന് വിചാരിക്കുമ്പോൾ അയാൾ പോകുന്നത് അതേ ദൈവത്തിലേക്കാണ്. ഇതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ എവിടെയും പിടികൂടപ്പെടുന്ന ഒരു രംഗവുമില്ല. മരിച്ചതോടുകൂടി ജീവിതം അവസാനിക്കുകയാണ് എന്ന് വരികിൽ ഏറ്റവും ബുദ്ധി ഏതാണ്?
ഭരണകൂടത്തിൻ്റെയോ നിയമപാലകരുടെയോ പിടിയിൽപ്പെടാതെ പരമാവധി ആരുടെയെങ്കിലുമൊക്കെ സമ്പത്ത് മോഷ്ടിച്ച് അഴിമതി നടത്തി കൈക്കൂലി വാങ്ങി തൻ്റെ ഇഷ്ടം പോലെ സുഖിച്ച് ജീവിച്ചൂടെ മരിച്ചു പോകലല്ലേ ബുദ്ധി. അത് ബുദ്ധിയല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ അടുത്ത ഉത്തരം എന്താണെന്ന് പറയാൻ ഈ ലോകത്ത് നമുക്ക് മനുഷ്യർക്ക് ലഭിച്ച ബുദ്ധി കൊണ്ട് സാധിക്കില്ല. പിന്നെ എന്തു വേണമെന്നുള്ള ചോദ്യത്തിൻ്റെ ഒരേ ഒരു ഉത്തരമാണ് പിന്നെ പരലോകം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ പരലോകം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഒരിക്കൽ ഒരു നാസ്തികൻ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇനി പരലോകം എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലെങ്കിൽ തന്നെ അത് ഉണ്ടായേ മതിയാകൂ. ഇല്ലെങ്കിൽ ജീവിതത്തിനൊരു അർത്ഥവും ഇല്ലാതായി പോകും. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് പ്രവാചകന്മാർ വന്നത് ദൈവമുണ്ടെന്ന് പറയാനല്ല പ്രവാചകന്മാർ ലോകത്ത് വന്നത്. പ്രവാചകന്മാർ ലോകത്ത് വന്നത് നിങ്ങൾ ദൈവത്തെ നിങ്ങളുടെ സാൻമാർഗിക വിധികർത്താവായി അംഗീകരിക്കണം എന്ന് പറയാനും, നിങ്ങൾ ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങൾക്കും നാളെ ആ വിധികർത്താവിൻ്റെ മുൻപിൽ മറുപടി പറയേണ്ടി വരും എന്ന് പറയാനുമാണ് ലോകത്ത് പ്രവാചകന്മാർ വന്നത്. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ അള്ള ഉണ്ടെന്ന് പറയാനോ അള്ള ഒരുത്തനെ ഉള്ളെന്ന് പറയാനൊന്നും അല്ല പ്രവാചകന്മാർ ലോകത്ത് വന്നത്. പ്രവാചകന്മാർ ലോകത്ത് വന്നത്, ഈ പ്രപഞ്ചനാഥൻ അവൻ നിങ്ങളെ സൃഷ്ടിച്ചതാണ്. അവൻ്റെ വായു ശ്വസിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നത്. അവൻ്റെ വെള്ളം കുടിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നത്. അവൻ്റെ ഭക്ഷണം കഴിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നത്. അവൻ സൃഷ്ടിച്ച ഭൂമിയിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അവൻ സൃഷ്ടിച്ച ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ അവൻ്റെ സാൻമാർഗിക നിയമങ്ങൾ അനുസരിച്ച് വേണം ജീവിക്കാൻ. അല്ല നിങ്ങൾ സ്വയം ഉണ്ടാക്കിയ, നിങ്ങൾക്ക് സ്വയം ശരിയെന്ന് തോന്നുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിലല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ജീവിതത്തെ സത്യസന്ധതയിലും വിശ്വസ്തതയിലും നീതിബോധത്തിലും ക്രമപ്പെടുത്തണം എന്ന് പറയാനാണ് പ്രവാചകന്മാർ വന്നത്. സർവോപരി നിങ്ങൾ അങ്ങനെ ക്രമപ്പെടുത്തിയില്ല എങ്കിൽ നിങ്ങൾ ഒരു നാൾ കുടുങ്ങും എന്ന് പറയാനുമാണ് പ്രവാചകന്മാർ വന്നത്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, കുലില്ലാഹി യുഹീക്കും സുമ്മ യുമീത്തുക്കും സുമ്മ യജ്മഅക്കും ഇലാ യൗമിൽ ഖിയാമ ലാ റൈബ ഫീഹി. കുലില്ലാഹു യുഹീക്കും, നിങ്ങളെ അവൻ സൃഷ്ടിച്ചു. പറയുക, അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ഇനി നിങ്ങളെ രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കും, നിങ്ങളെ ജനിപ്പിക്കും. സുമ്മ യജ്മഅക്കും ഇലാ യൗമിൽ ഖിയാമത്തി ലാ റൈബ ഫീഹി, നിങ്ങളെ നാളെ പരലോകത്ത് അന്ത്യനാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. ലാ റൈബ ഫീഹി, അതിനകത്ത് യാതൊരു സംശയവുമില്ല. പക്ഷേ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, ജനങ്ങളിൽ അധിക പേരും അതറിയുന്നില്ല, അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കുന്നില്ല എന്നതാണ് വസ്തുത. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലില്ലാഹിൽ മുൽക്കു സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളുടെ ആധിപത്യം അവൻ്റെ കൈകളിലാണുള്ളത്. വയൗമ തഖൂമുസ് സഅതു യൗമൈദിൻ യക്സറുൽ മുബ്തിലൂൻ, ആ നിമിഷം വരുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു ലോകം വരില്ല എന്ന് വിശ്വസിച്ചവർ നെടും ഖേദത്തിൽ അകപ്പെടും. അവർക്ക് നഷ്ടങ്ങൾ മാത്രമാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വയ്ക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനിത് ദൈവത്തിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, പരലോകത്തിൽ വിശ്വസിക്കുന്ന നമ്മുടെ മുമ്പിൽ ഇത് പറയാനുള്ള പ്രധാന കാരണം, ഒന്നാമത് പരലോകം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ ശക്തമായി സ്വാധീനിക്കേണ്ടതുണ്ട്. പരലോകം ഇല്ല എന്ന് നിങ്ങൾ ഒരു മിനിറ്റെങ്കിലും ചിന്തിച്ചു പോയാൽ പിന്നെ ദൈവമുണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ലാതായി പോകും. കാരണം പിന്നെ നമുക്ക് ദൈവത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു വേദിയും പിന്നെ ഈ പ്രപഞ്ചത്തിലില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്കിഷ്ടം പോലെ ജീവിച്ചാൽ മതിയല്ലോ. അതങ്ങനെ നമ്മൾ ചിന്തിച്ചാലും നമുക്ക് എവിടെയൊക്കെയോ ഒരു ഇൻകംപ്ലീഷൻ, ഒരു അപൂർണത നമുക്ക് അനുഭവപ്പെടും ജീവിതത്തിൽ. അതുപോലെ തന്നെ ഒരു അർത്ഥരാഹിത്യം ജീവിതത്തിൽ അനുഭവപ്പെടും. നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പൊതുമണ്ഡലങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ മുമ്പിൽ നിവർത്തി വച്ചതിന് ശേഷം നാം ആലോചിച്ചാലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് അങ്ങനെയാണ് നമ്മുടെ ചിന്തയെ തിരിച്ചുവിടേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചതമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.